ലോത്തിനോട് തല്ല് പിടിച്ചുകൊണ്ട് പ്രാർത്ഥനാ മൊഴിയിൽ മുഴങ്കാലം അടക്കാൻ പറ്റത്തില്ല. കാരണം വചനം പറയുന്നുണ്ട്, സന്ധ്യാസമയത്തിന് മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തേച്ച് വേണം നീ പ്രാർത്ഥനാ മുറിയിൽ കയറാൻ. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, കുഞ്ഞെ നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. നീ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം നീ തെരഞ്ഞെടുത്തോ. ഇത് സത്യത്തിൽ ആരാ പറയണ്ടേ? അബ്രഹാമാ പറയണ്ടേ. കാരണം സമ്പത്തുള്ളവൻ അബ്രഹാം, ആദ്യം വന്നവൻ അബ്രഹാം. ലോത്ത് അബ്രഹാമിന്റെ കൂടെ വന്നവനാ. ഒത്തിരി ആടുമാടുകളുള്ളതും ഒത്തിരി മൃഗങ്ങളുള്ളതും ഒത്തിരി വെള്ളിയും പൊന്നുമുള്ളതും ഒത്തിരിയും പരിചാരകരൊക്കെ ഉള്ളത് അബ്രഹാമിനാ. അബ്രഹാമിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ലോത്തെ മോനെ ഈ കാണുന്ന സ്ഥലമില്ലേ, ഇത് നീ അങ്ങ് എടുത്തോ. അവിടെ ഇച്ചിരി സ്ഥലം നിനക്കുണ്ട്, നിനക്ക് വേണമെങ്കിൽ നിന്റെ കന്നുകാലികളുമായിട്ട് നിനക്ക് അവിടെ തമ്പടിക്കാമെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പറഞ്ഞോ? പിന്നെന്തുവാ പറഞ്ഞേ? നിനക്കിഷ്ടമുള്ള സ്ഥലം നീ എടുത്തോ. അബ്രഹാമിനറിയാം ലോത്ത് ഏത് തെരഞ്ഞെടുത്തതാലും ലോത്ത് എന്തായാലും എടുക്കുന്നത് നല്ല സ്ഥലമായിരിക്കും അല്ലേ. മറുഭാഗം നല്ലതല്ലെങ്കിലും മരുഭൂമിയെ നീരുറവാക്കാൻ കഴിയുന്ന കർത്താവ് കൂടെയുള്ളത്. നിനക്ക് കിട്ടിയത് വരണ്ട നിലമാണേലും, നിനക്ക് കിട്ടിയത് ചതുപ്പാണേലും, നിനക്ക് കിട്ടിയത് കുറുക്കന്മാർ പാർക്കുന്ന ഇടമാണേലും അതിനെ മരുഭൂമിയെ നീരുറവയാക്കുവാൻ, വരണ്ട നിലത്തെ ഉദ്യാനമാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു കർത്താവിനോടാ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത്. ഏത് വരണ്ട അവസ്ഥയും മാറ്റുവാൻ എന്റെ തമ്പുരാന് കഴിയും.